ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് മെഷീനറി. മെഷീനറി വിറ്റു. മെഷീനറി വിൽക്കുമ്പോൾ നമുക്കറിയാം ക്യാഷ് കിട്ടും അല്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം, മെഷീനറിയും ക്യാഷും രണ്ടും അസറ്റുകളാണ്. ഒന്ന് ഫിക്സഡ് അസറ്റുമാണ്, ഒന്ന് കറണ്ട് അസറ്റുമാണ്. അപ്പം നമ്മുടെ റൂൾസ് അനുസരിച്ച് നമ്മൾ അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി, നമ്മൾ വിറ്റു. അതിനാൽ മെഷീനറിയെ നമ്മൾ എന്ത് ചെയ്യുക? മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. പകരം എന്ത് വന്നു? ക്യാഷ് എന്നൊരു കറണ്ട് അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. അസറ്റ് കൂടി, അപ്പം ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. സോ ദ ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്.